ജയശങ്കർ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. രാജിവെക്കുക, അതല്ലാതെ മറ്റൊന്നുമില്ല ഇനി മുന്നിൽ. ഇങ്ങനെ ഒരാളെമായി പാർട്ടിക്ക് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ പോവുകയാണ്. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഈ നിലപാട് സ്വീകരിച്ചതാണ്. പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും, കൂടുതൽ തെളിവുകൾ വരുന്നതോടെ അത് കൂടുതൽ ദോഷകരമായി മാറും എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സംഘടനാ നടപടി എന്നതിലപ്പുറത്തേക്ക് MLA സ്ഥാനം കൂടി രാജിവെച്ച് ഇദ്ദേഹത്തെ ഒഴിവാക്കുക എന്നതിലേക്ക് നേതാക്കൾ എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ബാക്കി? അനുജ, കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ എന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി, ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജി എന്നൊരു ആവശ്യം വേണമെന്ന് ഹൈക്കമാൻഡിനെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അറിയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. പക്ഷേ കോൺഗ്രസിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അത് അനാവശ്യ കീഴ്വഴക്കങ്ങളിലേക്ക് വഴിയൊരുക്കുമെന്ന അഭിപ്രായമാണ് പറയുന്നത്. എൻ മുകേഷിൻ്റെ ഉൾപ്പെടെ വിഷയമുണ്ടായപ്പോൾ അവർ രാജിവെച്ചില്ല. CPM അത്തരത്തിൽ ഒരു രാജി വാങ്ങി ഒരു ശുദ്ധി കലശത്തിന് തയ്യാറായില്ല എന്ന് കോൺഗ്രസിലെ തന്നെ മറ്റൊരു വിഭാഗം നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം നിലവിൽ കോൺഗ്രസിന് ഉള്ളിലുണ്ട്. രാഹുലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായങ്ങളാണ് കോൺഗ്രസിലുള്ളത്. പക്ഷേ അപ്പോൾ പോലും ധാർമ്മികത ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാജിവെച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് ഈ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ നീങ്ങിയേക്കാമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇതുവരെ പാർട്ടി ഔദ്യോഗികമായി രാജിവെക്കണം എന്ന ആവശ്യം പാർട്ടിയുടെ പാലക്കാട് MLAക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ വഴി ആശയവിനിമയം നടത്തിയതായും ചില വിവരങ്ങളുണ്ട്. ആദ്യ ദിവസം രാഹുൽ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ തനിക്കെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കേസില്ല, ഏതെങ്കിലും നിയമപരമായ വഴിയിൽ ആക്ഷേപങ്ങൾ വന്നാൽ, നിയമപരമായി കേസ് വന്നാൽ അതിനെ നിയമപരമായി കോടതിയിൽ തന്നെ നേരിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ആക്ഷേപങ്ങൾ മാത്രമാണുള്ളത്. രാഹുലിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ പുകമറ മാത്രമാണ് ഉള്ളത്. പക്ഷേ അപ്പോൾ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രസ്ഥാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്നതാണ് നിലവിൽ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ. ഒരു സ്ത്രീയുടെ ആരോപണമോ ആക്ഷേപമോ അല്ല നിലവിൽ രാഹുലിനെതിരെ വന്നിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ആക്ഷേപം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അത് ശരിയാണോ, ഇല്ലെങ്കിൽ ആ ആക്ഷേപങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുമ്പോഴും ഇത്തരത്തിൽ തുടരെ ആക്ഷേപങ്ങൾ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, ഒരു സംഘടനയെ സംബന്ധിച്ച് അതതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നത് അവർ നിർബന്ധിതരാകുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ ഒരു ധാർമ്മികത എന്ന കാര്യം ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഹുലിനെതിരെ ഒരു നടപടിയിലേക്ക് സംഘടന പോവുകയാണെങ്കിൽ ഇനി എടുക്കാവുന്ന ഒരേ ഒരു നടപടി ഈ MLA സ്ഥാനം കൂടി രാജിവെപ്പിക്കുക എന്നാണ്. അതിനുവേണ്ടിയൊരു ചരടുവലി കോൺഗ്രസിൽ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ മുൻപന്തിയിൽ മുൻ പ്രതിപക്ഷ നേതാവും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയേക്കാമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൻ്റെ കൂടി പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകൂ. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 മാസത്തോളമാണ് കാലമുള്ളത്. 6 മാസം കഴിഞ്ഞാലാണ് 6 മാസം വരെ കാലാവധി. നേരത്തെയുള്ള പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം, KC വേണുഗോപാലിന്റെ പ്രതികരണമൊക്കെ കണ്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കൂടുതൽ തെളിവുകളും ശബ്ദരേഖകളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി ഇതുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേടാകും എന്ന തിരിച്ചറിവിലേക്ക് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേരുന്നുണ്ട്. രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണ്. KC വേണുഗോപാൽ ബീഹാറിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം നേതാക്കളുമാക്കിയുള്ള കൂടിയാലോചനകളിലേക്ക് കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ രാജി എന്നുള്ളതിലേക്ക് KPCC നേതൃത്വം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്.